പിള്ളച്ചേട്ടന് ഇപ്പോഴും കൃഷിയൊക്കെ ഉണ്ട്, വലിയ അധ്വാനിയാണ്. രതീഷിന് പ്ലംബിംഗ് ആണ് ജോലി. രാജേഷ് രതീഷിനെ സഹായിക്കും, അച്ഛനെയും സഹായിക്കും. അങ്ങനെ ഇവർക്ക് പെണ്ണ് കിട്ടാത്തോണ്ടൊന്നുമല്ല, നമ്മുടെ നാടിനും വീടിനും പറ്റിയൊരു പെങ്കൊച്ചിനെ കിട്ടണമല്ലോ. ഒന്നും അങ്ങോട്ട് ശരിയായില്ല. ഇതിപ്പോ ചെക്കന്മാർ രണ്ടും ഒരേ പ്രായമായതാ ആശയക്കുഴപ്പം. അയ്യോ, ഒരേ പ്രായമല്ല, ഞാനാണ് മൂത്തത്. എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഇവൻ ജനിച്ചത്. അതുകൊണ്ട് എന്താ, എനിക്ക് അന്ന് മുതൽ മുലപ്പാൽ പോലും കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു അവസ്ഥ. അതിനുശേഷം പ്രായമായപ്പോഴത്തേക്ക് അമ്മ മരിച്ചുപോയി. 20 വർഷമായേ. പിന്നെ ഞാനും ചേട്ടനും അച്ഛനും കൂടെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ ഞാൻ അതിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കണേ. എൻ്റെ ഒരു കുഞ്ഞമ്മയുണ്ട്, ശാരദാമ്മ. എന്തേലും ആവശ്യത്തിനാണെങ്കിൽ ശാരദാമ്മയും കൊച്ചുമക്കളും അയലക്കങ്കാരും എല്ലാവരും അവിടെ കാണും. എന്നാ പിന്നെ ഞങ്ങള് ഇറങ്ങിക്കോട്ടെ. ശരി, എന്നാ പോയിട്ട് വരാം. ശരി ബ്രോക്കറെ, ഒരു മിനിറ്റ്. അതെ, പറയണോണ്ടൊന്നും വിചാരിക്കരുത്. സാമ്പത്തികം ഒരു വിഷയമല്ല. പക്ഷെ നമ്മളൊരു പെങ്കൊച്ചിനെ അയക്കുമ്പോ ഒരു വീട്ടുകാരെന്ന നിലയിൽ നമുക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങളുടെ മോളെ കൊടുക്കുമ്പോൾ ആളും അനക്കവും ബന്ധുക്കളും ഒക്കെയുള്ള വീട്ടിലേക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതിപ്പോ അയൽവക്കത്ത് പെണ്ണുങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ആ വീട്ടില് ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുമല്ല, ഞങ്ങളുടെ കൊച്ച് ചേട്ടനെ കെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ അനിയനെ നോക്കേണ്ടി വരും. അനിയനെ കെട്ടാന്ന് വെച്ചാൽ ചേട്ടനെ അച്ഛനെ നോക്കേണ്ടി വരും. ഏട്ടനും അനിയനും ഒന്നിച്ച് കെട്ടിയിട്ട് ഏത് കാലത്താ? അതുകൊണ്ട് ഈ ആലോചന നമുക്ക് വേണ്ട. അമ്മേ, പറ, ഒക്കെ പറ. രണ്ട് ദിവസത്തെ യാത്ര, വണ്ടിക്കാശ്, താമസം, എന്നിട്ട് കേട്ടത് സ്ഥിരം പല്ലവി. പെണ്ണ് കണ്ട് നടന്ന് നടന്ന് തലയിലെ മുടി മുഴുവൻ പോയി. ഇനിയിപ്പോ മുടിയില്ലെന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടാണ്ടിരിക്കാൻ പോണത്. ഹരിതയ്ക്ക് ഹെയർ പാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, നല്ലതാ. ശരിയാ, നല്ല മാറ്റമുണ്ട്. ഓ, ഇമാതിരി നല്ല സാധനം മേടിച്ചാൽ നീ നമുക്ക് തരില്ല. എന്റെ പൊന്നേട്ടായി ഞാൻ കാശ് കൊടുത്ത് മേടിച്ചല്ല, പിന്നെ എനിക്കിത് അവള് തന്നാ. ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ പാക്കാണ്. നമുക്കും എന്തെങ്കിലുമൊക്കെ താടി, നമ്മളും ഈ വീട്ടിൽ ഉള്ളതൊക്കെ തന്നെയാണ്. എടാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ്? പെണ്ണ് സെറ്റ്. ഭാർഗവൻചേട്ടൻ്റെ മോളെ വിളിച്ച. ഓ, നമ്മൾ കൊണ്ടുവച്ചെന്ന കടുമാങ്ങ അച്ചാറില്ലേ, അതാ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായെന്ന്. പോയതിൽ ലാഭം ഉണ്ടായത് അങ്ങേർക്ക് മാത്രമേ ഉള്ളൂ.